ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുൻപത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക. അതിനുശേഷം ഈ ക്ലാസ് കാണേണ്ടതാണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, അതായത് ഒരു പോയിന്റ് ചാർജ് കാരണമുണ്ടാകുന്ന അതിനടുത്തുള്ള അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റിലുള്ള എനർജിയാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ്. ഏത് ഇലക്ട്രിക് ഫീൽഡിലേക്കാണോ നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുന്നത്, ആ ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും മാറും. അതായത് ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും കൂടും, ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും കുറയും. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കൂടും. ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷനും കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ചാർജിൻ്റെ, അതായത് ഇലക്ട്രിക് ഫീൽഡിന് കാരണമായ ചാർജ്, ആ റീജിയനിൽ ഇരിക്കുന്ന ചാർജ് ഏതാണോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടും. അപ്പോൾ അതിനനുസരിച്ച് ആ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഓരോ പോയിന്റിലെയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും കൂടും. അതായത് ആ പോയിന്റിലേക്ക് നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ചെറിയ ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുന്നത് എങ്കിൽ നമ്മൾ ചെറിയ വർക്ക് ഡൺ ചെയ്താൽ മതി. അതേസമയം നല്ല ഇൻറ്റൻസിറ്റിയുള്ള ഇലക്ട്രിക് ഫീൽഡ്, സ്ട്രെങ്ത് കൂടുതലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു പോയിന്റ് ചാർജിനെയാണ്. ക്യൂ എന്ന മാഗ്നിറ്റ്യൂഡുള്ള ഒരു പോയിന്റ് ചാർജിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ പോയിന്റ് ചാർജ് കാരണം എന്തുണ്ടാവും? ഇതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റായ പിയിൽ ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ജനറൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ ആണ് ഇതുവഴി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്യൂ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡുള്ള ചാർജ്, ഈ ചാർജ് കാരണം ഇതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റായ പി, ആ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാണ്. അപ്പോൾ ഈ പോയിന്റിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കാണ് ഈ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇത് കണ്ടുപിടിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ജനറൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജ്. ഈ ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്ന് ക്യാപിറ്റൽ ലെറ്റർ ആർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ട്, പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഇനി ഇൻഫിനിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് സ്മോൾ ലെറ്റർ ആർ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ ആരെ കൊണ്ടുവരാൻ പോവാണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് വേണമെങ്കിലും ആവാം, ഇൻഫിനിറ്റി ആവാം, ഏത് ഡിസ്റ്റൻസ് വേണമെങ്കിലും ആവാം. നമ്മളിവിടെ സ്മോൾ ലെറ്റർ ആറിനെ എടുത്തിട്ടുള്ളൂ എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചാർജ് ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്ന് ക്യാപിറ്റൽ ലെറ്റർ ആർ ഡിസ്റ്റൻസിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇനി ഈ ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്ന് തന്നെ വളരെ ദൂരെ നിന്നാണ് നമ്മൾ ആരെ കൊണ്ടുവരുന്നത്? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുന്നത്. സപ്പോസ് ആ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആർ ആയിട്ട് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ചാർജ് ഇരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റായ പിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വിത്തൗട്ട് ആക്സിലറേഷൻ ഇല്ലാതെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചാർജിൽ ചെയ്യുന്ന വർക്കാണ് എന്ത്? ഈ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ്. അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം വർക്കിനുള്ള ജനറൽ ഇക്വേഷൻ എന്താണെങ്കിൽ വർക്ക് ഡൺ എന്താണ്?
നമ്മളിവിടെ ടോട്ടൽ വർക്ക് ഡൺ അല്ല കണ്ടുപിടിക്കുന്നത്. നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസ്, അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ചെറിയ ഡിസ്റ്റൻസ് ആയ dr ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ, ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ വേണ്ടി എത്ര വർക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ചെറിയ വർക്ക് dr എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യാറ് പോലെ നമ്മൾ ജനറലി വർക്ക് കണ്ടുപിടിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾ +1 നിങ്ങൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് വർക്ക് കണ്ടുപിടിച്ചതെന്ന്. നമ്മൾ സാധാരണ ഒരു ചെറിയ വർക്കാണ് കണ്ടുപിടിക്കുക. അതായത് dr അല്ലെങ്കിൽ ds ഡിസ്പ്ലേസ്മെന്റ്, വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഉള്ള വർക്ക് നമ്മൾ കണ്ടുപിടിക്കും. ദെൻ ടോട്ടൽ വർക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ പോയിന്റിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കല്ല ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചെറിയൊരു ഡിസ്റ്റൻസ് ആ ചാർജിനെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര വർക്ക് വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് അതിനെ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ dw is equal to ജനറൽ ഇക്വേഷൻ w is equal to എന്താണ്? f dot ds ആണ്, അല്ല f dot s ആണ്. dw is equal to അപ്പോൾ എന്ത് വരും? f dot ds ആണ്, or dr. ഇവിടെ dr ആണ്, അപ്പോൾ നമുക്ക് dr dw is equal to f dot dr. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് dr എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഡിസ്റ്റൻസ് അപ്പോൾ എന്തായിരിക്കും? അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? dr ആയിരിക്കും. ഓക്കെ, ഇനി ടോട്ടൽ വർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഈ dw എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. നമുക്കറിയാം F is equal to QE ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. E is equal to F by Q ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. അതുകൊണ്ട് F by Q ആണെന്ന് E എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F is equal to എന്ന് എഴുതാം, QE എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എഴുതും. ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് dw is equal to f dot dr ആണ്. അപ്പോൾ എഫിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? QE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? dw is equal to QE dot dr ആണ്. ഓക്കെ, ഇതിലൂടെ Q എന്ന് പറയുന്നത് ഏത് ചാർജാണ്? നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചാർജാണ്. ആ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചാർജ് എന്ന് പറയുന്നത് എങ്ങനത്തെ ചാർജാണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 കൂളമാണ്. നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 കൂളമാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്യൂവിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? dw is equal to E dot dr ആയി. അപ്പോൾ നമുക്ക് dw is equal to എന്ത് കിട്ടി? dw is equal to E dot dr എന്ന് കിട്ടി. നമുക്കറിയാം ടോട്ടൽ വർക്ക് പറയുന്നത് ഈ dw നെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. Therefore w is equal to integral dw, that is equal to integral E dot dr. E dot dr എന്താണ്? A dot b എന്ന് പറഞ്ഞാൽ എന്താ? AB cos θ, സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് നമ്മൾക്ക് മുന്നേ പറഞ്ഞതാണ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ E dot dr എന്ന് പറയുന്നത് A dot b എന്ന് പറയുന്നത് AB cos θ ആണെങ്കിൽ E dot dr എന്ന് പറയുന്നത് എന്താ? E dr cos θ ആണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ എന്ന് പറയുന്നത് എന്താ? ഇവിടെ 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ചാർജിനെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. അതായത് ഈ ചാർജിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തീറ്റ എന്തായിരിക്കും? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇന്റഗ്രൽ E dot dr എന്ന് പറയുന്നത് E dr cos 180 ആണ്. E dr cos 180 ആണ്. എന്താ? cos 180 എന്താ? -1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ minus E dr. ഓക്കെ, ഇന്റഗ്രൽ നമ്മൾ ഇന്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? മൈനസ് ഇന്റഗ്രൽ E dr എന്ന് കിട്ടി. ഓക്കെ, ഈ വർക്ക് ഡൺ ആണ് എന്ത്? ഈ വർക്കാണ് എന്ത്? ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഏത് പോയിന്റിൽ? ഈ P എന്ന് പറയുന്ന പോയിന്റ്. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ P എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ അല്ലെങ്കിൽ അത് ചെയ്യുന്ന വർക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഏത് പോയിന്റിൽ?
ഈ പി എന്ന് പറയുന്ന പോയിന്റ് അതാണ് ഈ ഡബ്ല്യു എന്ന് പറയുന്നത്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇ ഡി ആർ. ഡോട്ട് പ്രൊഡക്റ്റ് മാറി, കാരണം തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പോൾ കോസ് 180 എന്താണ് -1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇവിടെ ഡോട്ട് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇ ഡി ആർ. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ ഈസ് ഈക്വൽ ടു 1/4πε0q/r². ഇ എന്ന് പറയുന്നത് ഇതാണ് 1/4πε0q/r² ആണ്. അപ്പോൾ ഇവിടെ ഇക്ക് പകരം ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യണം, കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആർ ഡി ആർ ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈനെ ഏത് ടേംസിലേക്ക് ആകണം? ആറിന്റെ ടേംസിലേക്ക് ആകണം. അതുകൊണ്ടാണ് ഈനെ എന്ത് ചെയ്തത്? ഈ ഒരു ഇക്വേഷനിൽ എഴുതിയത് 1/4πε0q/r² എന്ന് എഴുതാൻ കാരണം നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്തിനെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വാട്ട്? ഡി ആർ ആണ്. ആറിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈനെ ഏത് ടേംസിലേക്ക് മാറ്റണം? ആറിന്റെ ടേംസിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ഈയുടെ ആറിലുള്ള ടേംസിലുള്ള ഇക്വേഷൻ ആണ് അതുകൊണ്ട് നമ്മൾ എഴുതിയത്. ദാറ്റ് ഈസ് 1/4πε0 ഈസ് ഈക്വൽ ടു 1/4πε0q/r². ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ 1/4πε0q/r² dr. ഇതിൽ കോൺസ്റ്റന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് q/4πε0 ഇന്റഗ്രൽ 1/r² dr എന്ന് വരും. എന്താണ് ഇന്റഗ്രൽ 1/? ഇത് കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രലിന് പുറത്ത് കിടക്കുന്ന ആൾക്കാർ കോൺസ്റ്റന്റ് ആണ്. q കോൺസ്റ്റന്റ് ആണ്. 4πε0 കോൺസ്റ്റന്റ് ആണ്. എന്താണ് 1/r² dr? ഇന്റഗ്രൽ 1/r² dr എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ r⁻² dr എന്ന് എഴുതാലോ. അതെന്താണ്? r⁻² +1/-2 + 1. അതെന്താണ് വരാം? r⁻1/-1. ഓക്കെ, അതായത് -1/r വരും. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്താ എഴുതാം? -1/r എഴുതാം. അതായത് W is equal to minus q/4πε0. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? -1/r എഴുതാം. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കണം. നമ്മൾ ഇത്രയും ലിമിറ്റ് കൊടുത്തിരുന്നത് നമ്മൾ എവിടുന്നാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്നാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഈ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കണം. ശരിക്കും നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലേക്ക്, ആർ എന്ന് പറയുന്ന പോയിന്റ്, ആർ ഡിസ്റ്റൻസിലുള്ള പോയിന്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് ആറിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ലിമിറ്റും എന്ത് തന്നെയായിരിക്കണം? ഇൻഫിനിറ്റിയിൽ നിന്ന് ആറിലേക്ക്. ഓക്കെ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്ത് കിട്ടിയിട്ടുണ്ട്? -q/4πε0 -1/r ലിമിറ്റ് ഫ്രം ഇൻഫിനിറ്റി ടു ആർ. ലിമിറ്റ് കൊടുത്തതിന് എന്ത് സംഭവിക്കും? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ എന്ത് വരും? q/4πε0 -q/4πε0 -1/r അപ്പർ ലിമിറ്റ് കൊടുത്തു -1/∞. ഇതെന്താണ്? ഇത് 0 ആണ്. ഓക്കെ, ഇത് പ്ലസ് ആവും. ഇത് 0 ആണ്. 1/∞ എന്താണ്? 0 ആണ്. -1/r വരും. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പോൾ എന്താണ്? q/4πε0 r. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ജനറൽ ഇക്വേഷൻ വരുന്നത്. നമ്മളിവിടെ കണ്ടുപിടിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ്. ഡബ്ല്യു ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ആണ്, അല്ലെങ്കിൽ എനർജി ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള എനർജി? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ പോയിന്റിലേക്ക്, ഈ ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലുള്ള പോയിന്റായ പിയിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് എന്ത്? ഈ ഡബ്ല്യു എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുക? ഈ പോയിന്റിലാണ്, അല്ലെങ്കിൽ ആ ചാർജിൽ സ്റ്റോർ ചെയ്യപ്പെടാണ്.
അതാണ് ഈ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിന്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V is equal to Q by 4πε0 R. Q എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ആണ്. ഏത് ചാർജ് ആണ്? ഈ ചാർജ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏത് പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, ആ പോയിന്റും ഈ ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ R അല്ലേ? ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ പോയിന്റും ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചാർജും, അതായത് നമ്മൾ ഏത് റീജിയനിലെ പോയിന്റിലാണ് അല്ലെങ്കിൽ ഏത് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ആ പോയിന്റും ആ ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോയിന്റിൽ എന്ത് കിട്ടും? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V കിട്ടും. V is equal to Q by 4πε0 R. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ജനറൽ ഇക്വേഷൻ കിട്ടി. V is equal to Q by 4πε0 R. ഇത് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട്, അതായത് ചാർജിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ്. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ചാർജിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഫീൽഡിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ചെയ്യുന്നത്, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മളാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എക്സ്റ്റേണൽ ഏജൻസിയാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എക്സ്റ്റേണൽ ഏജൻസി വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ചാർജിനെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസി, ആ സമയത്ത് എക്സ്റ്റേണൽ ഏജൻസിയാണ്, അതായത് നമ്മളാണ് കൊണ്ടുവരുന്നത്, നമ്മളാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എക്സ്റ്റേണൽ ഏജൻസിയാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ചാർജിന് ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിയാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ആ വർക്കിന് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. സാധാരണ അതുകൊണ്ടാണ് നമുക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കിട്ടിയത്. ഓക്കെ, സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫിനിറ്റിയിൽ നിന്ന് ചാർജിനെ കൊണ്ടുവരുന്ന കേസിൽ നമ്മൾ വർക്ക് ഡൺ എന്തായിട്ട് എടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്തായിട്ട് എടുക്കും? പോസിറ്റീവായിട്ട് എടുക്കും. അതായത് എക്സ്റ്റേണൽ ഏജൻസി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്തായിട്ട് എടുക്കും? പോസിറ്റീവായിട്ട് എടുക്കും. അതേസമയം നേരെ തിരിച്ച് ഇലക്ട്രിക് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ, അതായത് ചാർജിനെ ഞാൻ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, വെറുതെ നമ്മളൊരു ചാർജിന് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചേക്കാണ്. വെച്ചിട്ട് ഞാൻ അതിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ചാർജുമായിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ കാരണം അത് ഫ്രീ ആയിട്ട് ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യും. അവിടെ നമ്മൾ വർക്കൊന്നും ചെയ്യേണ്ട, അതായത് എക്സ്റ്റേണൽ ഏജൻസി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വർക്ക് ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രിക് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമില്ല. ആ ചാർജ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ റിപ്പൽസീവ് ഫോഴ്സ് കാരണം, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽസീവ് ഫോഴ്സ് കാരണം. ഓക്കെ, അപ്പോൾ അവിടെ വർക്ക് നമ്മൾ എന്തായിട്ട് എടുക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ എന്തായിട്ട് എടുക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ പോസിറ്റീവായിട്ടും, എന്നാൽ ഈ പോയിന്റിൽ നിന്ന് തിരിച്ച് ഇൻഫിനിറ്റിയിലേക്ക് നമ്മൾ ചാർജിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സപ്പോസ് ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ചാർജിനെ ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാണ്, അതായത് ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരാണ്. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ഏജൻസിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് എന്താണ്? പോസിറ്റീവാണ്. നേരെ തിരിച്ച് ഇതേ പോയിന്റിൽ ഈ പോയിന്റിലേക്ക് നമ്മൾ ആ ചാർജിനെ കൊണ്ടുപോകണം. അതായത് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് തന്നെ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അവിടെ എക്സ്റ്റേണൽ ഏജൻസി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വർക്ക് എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അവിടെയുള്ള വർക്കിന്റെ രണ്ടിന്റെയും എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഈ ചാർജിനെയും ഈ ഡിസ്റ്റൻസിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് രണ്ടിനും മാറ്റില്ല. എന്ത് മാത്രമേ മാറ്റുള്ളൂ? അവരെ കൊണ്ടുവരുന്ന ഡയറക്ഷൻ. ഒന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടും, മറ്റേത് നേരെ തിരിച്ചും. എക്സ്റ്റേണൽ ഏജൻസി ഇല്ലാതെ ഈ പോയിന്റിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെ നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെ ചെയ്യുന്ന ടോട്ടൽ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വർക്കിനെ ആഡ് ചെയ്യുക, സം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെ നമ്മൾ ചെയ്യുന്ന ടോട്ടൽ വർക്ക് നമുക്ക് 0 കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫീൽഡാണ്. സപ്പോസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫീൽഡാണ് പ്രൂവ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ഈ ഡെറിവേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടോ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അത് പ്രൂവ് ചെയ്യാവുന്നതാണ്. കാരണം
ഇവിടെ നിന്ന് അങ്ങോട്ട് ചാർജിന്, അതായത് പോയിന്റിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് ചാർജിനെ മൂവ് ചെയ്യുന്നത് നെഗറ്റീവും, ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അതായത് വർക്ക് ഡണ്ടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവും, ഇൻഫിനിറ്റിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ പോയിന്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പോട് കൂടിയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടാണ്, വർക്ക് ഡൺ പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം രണ്ടിനും മാഗ്നിറ്റ്യൂഡ് മാറ്റില്ല. ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും മാഗ്നിറ്റ്യൂഡ്, വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. ഡയറക്ഷൻ മീൻസ് അതിന്റെ സൈൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെയുള്ള ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് 0 ആണ് ആൻസർ കിട്ടുക. അങ്ങനെയുള്ള ഫീൽഡിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫീൽഡ്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ക്ലോസ്ഡ് ലൂപ്പിലൂടെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ 0 കിട്ടും. കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്ത് ഫീൽഡാണ്? ഒരു കൺസർവേറ്റീവ് ഫീൽഡാണ്. ഏതൊരു കൺസർവേറ്റീവ് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് അല്ലാതെ വേറെ ഏത് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പിലൂടെ വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കൺസർവേറ്റീവ്. അതുകൊണ്ടാണ് അത് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡും അങ്ങനെയാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ക്ലോസ്ഡ് ലൂപ്പിലൂടെയുള്ള ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്ത് ഫീൽഡാന്ന് പറയാം? ഒരു കൺസർവേറ്റീവ് ഫീൽഡാന്ന് പറയാം. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് ജനറൽ ഇക്വേഷൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ ആണ്. എന്താണ് ആ ഇക്വേഷൻ? V is equal to Q by 4 pi epsilon 0 R. ഇതായിരുന്നു ജനറൽ ഇക്വേഷൻ. Q എന്ന് പറയുന്നത് അവിടെയുള്ള, അതായത് ഏത് ഇലക്ട്രിക് ഫീൽഡ് ഏത് ചാർജിന്റെ ആണോ ആ ചാർജാണ് Q എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത് ആ ചാർജും നമ്മൾ ഏത് പോയിന്റിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണോ കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ പോയിന്റും ആ ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത്. ഇത് ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഒരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അത് ഒരു ചാർജിന്റെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഒന്നിലധികം ചാർജസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ, അതായത് ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ, അതായത് ഒന്നിലധികം ചാർജസിന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം? സിമ്പിൾ ആണ്. ഓരോ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. സപ്പോസ് 4 ചാർജസ് എന്ന് വിചാരിക്കാം. പ്ലസ് Q1 എന്ന് പറയുന്ന ഒരു ചാർജ്, മൈനസ് Q2 എന്ന് പറയുന്ന ചാർജ്, ദെൻ പ്ലസ് Q3 എന്ന് പറയുന്ന ഒരു ചാർജ്, ദെൻ മൈനസ് Q4 എന്ന് പറയുന്ന ചാർജ്. ഇങ്ങനെ 4 ചാർജസ് ഉണ്ട് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ 4 ചാർജസിന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ചാർജ് കാരണമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം ഏറ്റവും ആദ്യം. അതായത് ഓരോ ചാർജസിനെ മാത്രം ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്തുകൊണ്ട് ഓരോ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിലുള്ള പോയിന്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം ഒരു പോയിന്റ് ചാർജ് നമുക്കറിയാം കണ്ടുപിടിക്കാൻ. അതുപോലെ ഇതിൻ്റെ ഓരോന്നും കണ്ടുപിടിക്കാം. ദെൻ എന്ത് ചെയ്യാം? അവരുടെ ഓൾജിബ്രിക് സം എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്ത് വരും? ഈ ചാർജ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ത് വരും? ഈ Q പകരം ഈ Q1 ആവുന്നതാണ്. അപ്പോൾ Q1 by 4 pi epsilon 0 R1. എന്തുകൊണ്ട് R1 എടുക്കേണ്ടത്? ഓരോ ചാർജും ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ചാർജും ഓരോ പൊസിഷനിലായിരിക്കും. അപ്പോൾ ആ ചാർജും നമ്മൾ ഏത് പോയിന്റിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണോ കണ്ടുപിടിക്കുന്നത് ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓരോ ചാർജും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാത്തിനും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും? അല്ല. കാരണം ഓരോ ചാർജ് ഇരിക്കുന്നത് ഓരോ പൊസിഷനിലാണ്. കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഓരോ പോയിന്റിലാണ് ഓരോ ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസും എന്ത് ചെയ്യണം? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് പ്ലസ് ഇട്ടത്. പ്ലസ് Q1 by 4 pi epsilon 0 R1. R1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ Q1 എന്ന് പറയുന്ന ചാർജ് നമ്മൾ ഏത് പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണോ കണ്ടുപിടിക്കാൻ പോകുന്നത് ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R1 എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചാർജ് ഏതാണ്? മൈനസ് Q2 ആണ്. അപ്പൊ എന്ത് വരും? ഇക്വേഷനിൽ ഈ മൈനസ് വരും. പ്ലസ് നമ്മൾ ഇടുന്നില്ല, പക്ഷെ മൈനസ് ആകുമ്പോൾ എന്തായാലും ഇക്വേഷൻ മാറും, മൈനസ് ഇടണം. ഓക്കെ, ഓൾജിബ്രിക് സം ആണ്, വെക്ടർ സം അല്ല, ഓൾജിബ്രിക് സം ആണ്. പ്ലസ് ഉള്ളോർത്ത് പ്ലസും മൈനസിലോർത്ത് മൈനസ് ഇടണം. അപ്പൊ മൈനസ് Q2 by എന്ത് വരും? 4 by epsilon 0. ഇവിടെ എന്ത് വരും? R2 എഴുതണം. കാരണം R1 ആയിരിക്കില്ല, അതായത് ആദ്യത്തെ ചാർജും പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കില്ല, രണ്ടാമത്തെ ചാർജും ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. പോയിന്റ് സെയിം ആണ്, കാരണം നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പോകുന്ന പോയിന്റ് സെയിം ആണ്, പക്ഷെ ചാർജസിന്റെ പൊസിഷൻ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ R2 എടുത്തു. ദെൻ മൂന്നാമത്തെ ചാർജിന്റെ കൺസിഡർ ചെയ്യാം. പ്ലസ് ആണ്.
പ്ലസ് Q3/4πε0 R3. നാലാമത്തെ വരും മൈനസ് Q4/4πε0 R4. ഇതാണ് ടോട്ടൽ, അതായത് ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു കോയിലിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. അതായത് ഓരോ ഇൻഡിവിജ്വൽ ചാർജസിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് അതിന്റെ എന്ത് ചെയ്താൽ മതി, ആൾജിബ്രിക് സം ചെയ്താൽ മതി. അതാണ് ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എപ്പോൾ ഒന്നിലധികം ചാർജസ് കാരണമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ.